നമ്മുടെ നാട്ടിലെ പ്രമേഹ രോഗികൾ ധാരാളം ആയി അനുഭവിക്കുന്ന വേദനയാണ് അവരുടെ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വരും എന്ന് ഡോക്ടർമാർ പ്രഖ്യാപിക്കുന്ന നിമിഷം, അല്ലെങ്കിൽ അവരങ്ങനെ വിധിയെഴുതുന്ന, തീർപ്പ് കൽപ്പിക്കുന്ന നിമിഷം. വളരെ വേദനയോടുകൂടിയാണ് രോഗികളും അവരുടെ ഉറ്റവരും ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്. എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്തിക്കൂടാ? ധാരാളം മരുന്നുകളുണ്ട്. വൈദ്യശാസ്ത്രത്തിൽ ഒരുപാട് പ്രമേഹത്തിനുള്ള ധാരാളം മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ പ്രമേഹത്തിന് കൃത്യമായ പരിഹാര മാർഗമില്ല. ജീവിത ശൈലി തിരുത്തുക, അല്ലെങ്കിൽ ആഹാര ക്രമീകരണം, പിന്നെ മെഡിസിൻ, ഇൻസുലിൻ, അങ്ങനെയൊക്കെ മരുന്നുകൾ തുടരുമ്പോഴും കാലുകൾ മരവിച്ചു പോകുന്ന അവസ്ഥ രോഗികൾക്ക് ഉണ്ട്. ഇതിൽ നിന്ന് എന്താണ് ഒരു മോചനം? അതിന് തിരുവനന്തപുരത്തുള്ള CP റിഫ്ലക്സ് തെറാപ്പി സെന്റർ, സ്റ്റൈലസിന്റെ ഒരു നവീനമായ കോൺസെപ്റ്റാണ്, തെറാപ്പി ആണ് ഈ ചികിത്സാ രീതി. ഇത് പരിചയപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഈ ചികിത്സാ രീതി കേരളമെങ്ങും പ്രചരിപ്പിച്ച് 1 ലക്ഷത്തോളം യുവാക്കൾക്ക് സ്വയം തൊഴിൽ പോലെ ഇത് നാട്ടിലെ പ്രമേഹ രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഈ തെറാപ്പി നാട്ടിൽ പ്രചരിപ്പിക്കാനുള്ള അവസരമൊരുക്കുന്നത്, അവരെ പഠിപ്പിക്കുന്നത്, അവരെ ട്രെയിൻ ചെയ്യുന്നത് ചന്ദ്രൻ പൂച്ചക്കാട് എന്ന് പറയുന്ന കാസർഗോഡ് സ്വദേശിയാണ്. ചന്ദ്രൻ പൂച്ചക്കാടിനെ കേരളത്തിലെ ആളുകൾക്ക് അറിയാം. അദ്ദേഹമാണ് ഡീലാമിനേഷൻ അതിൻ്റെ തലതൊട്ടപ്പൻ. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം വാർത്തകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രശസ്തനായ ഒരു നോവലിസ്റ്റ് കൂടിയാണ്. എൻ്റെ ദീർഘകാലത്തെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ നവീനമായ സംരംഭത്തെക്കുറിച്ച് അദ്ദേഹം നിങ്ങളോട് പറയും. ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങളിലെ 25% എന്ന് പറയുമ്പോൾ ഏകദേശം 85 ലക്ഷം മുതൽ 90 ലക്ഷം വരെയുള്ള ആളുകൾ ഇതിനോടകം തന്നെ ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോൾ, പൊണ്ണത്തടി തുടങ്ങിയ ആരോഗ്യപരമായ രീതിയിൽ മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ വിനാശം സംഭവിക്കാമോ അതിൻ്റെ പരകോടിയിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതേസമയത്ത് ഈ രോഗാവസ്ഥ മരണകാരണമല്ല. അടുത്ത 10 വർഷത്തിനകത്ത് ഈ വരുന്ന ഈ 25% മുതൽ 35% വരെ വരുന്ന കേരള ജനത മുഴുവൻ അനുഭവിക്കാൻ പോകുന്ന ആരോഗ്യപരമായ വെല്ലുവിളികൾ ഒരു അതിഭീകരമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് കേരളത്തെ കൊണ്ടെത്തിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ നേരിടുന്നതിന് ഇപ്പോൾ നിലവിലുള്ള ആരോഗ്യ സമ്പ്രദായങ്ങൾ പര്യാപ്തമല്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് സ്വീകാര്യമായ മറ്റൊരു മെത്തേഡ്, ഒരു ബദൽ എന്ന നിലയിൽ ഒരു പുതിയ ആരോഗ്യ പരിപാലന സമ്പ്രദായത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ സ്റ്റൈലസ് വെൽനസ് എന്ന തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം ഒരു മരുന്ന് ഉപയോഗിക്കാതെ, യാതൊരു മരുന്നോ ഒരു തൈലമോ ഉപയോഗിക്കാതെ കാൽപാദങ്ങളിൽ മാത്രം ഒരു തെറാപ്പി നൽകി ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കാൻ പറ്റുമെന്ന ലോകോത്തരമായ പഠനങ്ങൾ ഈ രംഗത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ അതൊരു ആരോഗ്യ പരിപാലന സമ്പ്രദായമായി ഇതുവരെ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരാൾക്ക് പെട്ടെന്ന് ക്ഷീണം സംഭവിക്കുകയും ബോധക്ഷയം സംഭവിക്കുകയാണെങ്കിൽ ആളുകൾ ആദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളും കാൽവെള്ളയും കൈവെള്ളയും, നമ്മൾ ആദ്യം പറഞ്ഞ ഇതാണ്, കാൽവെള്ള ഐസ് പോലെ തണുത്തു എന്നാണ്, അല്ലെങ്കിൽ കൈവെള്ള ഐസ് പോലെ തണുത്തു എന്നാണ്. അതിൻ്റെ അർത്ഥം ഇതൊന്നും മെഡിക്കൽ സയൻസ് സൂചിപ്പിക്കുന്ന കാര്യങ്ങളല്ല. നാട്ടിൽ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പാരമ്പര്യമായ വിജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. ഒരാളുടെ ആരോഗ്യം ക്ഷയിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കാൽപാദങ്ങളിൽ ചൂട് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് CP റിഫ്ലക്സ് മർമ്മ വർക്ക് ചെയ്യുന്നത്. നമ്മൾ കാൽപാദങ്ങളിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അവിടുത്തെ ടെമ്പറേച്ചർ നിലനിർത്തുന്നതിന് ആവശ്യമായ തെറാപ്പിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ടെമ്പറേച്ചർ നിലനിർത്തുന്നതിന് ആവശ്യമായ തെറാപ്പിയോടൊപ്പം തന്നെ നമുക്ക് മരുന്നോ അല്ലെങ്കിൽ തൈലമോ യാതൊരു ആവശ്യമില്ല. മനുഷ്യ ശക്തി കൊണ്ട് തന്നെ ഊർജത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, കൈനറ്റിക് എനർജിയെ ബയോളജിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് CP റിഫ്ലക്സ് മർമ്മയിലൂടെ മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്നത്. അതിലൂടെയാണ് ശരീരം റീചാർജ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഓരോരോ ഭാഗങ്ങളായി ആദ്യം ഡിസ്പ്ലേ കുറയും, ഡിമ്മാവും, പിന്നെ വോയിസ് കുറഞ്ഞു തുടങ്ങും, റിംഗ് ടോൺ കുറഞ്ഞു തുടങ്ങും. അങ്ങനെ ഓരോരോ ഭാഗങ്ങളായി ചാർജ് കുറയുന്നത് പോലെയാണ് മനുഷ്യ ശരീരത്തിൽ ചാർജ് കുറയുമ്പോൾ സംഭവിക്കുന്ന ആരോഗ്യത്തിൻ്റെ ക്ഷയം സംഭവിക്കുന്നത്.
നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് മൊബൈൽ ഫോണിന് സമാനമായ രീതിയിലുള്ള ഒരു ചാർജിങ്ങിലാണ്. ഈ ചാർജ് തീർന്ന മനുഷ്യ ശരീരത്തെ യാതൊരു മരുന്നോ തൈലമോ ഉപയോഗിക്കാതെ റീചാർജ് ചെയ്യാൻ പറ്റും എന്ന് തെളിയിക്കുകയാണ് CP's റിഫ്ലക്സ് മർമ്മ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയുമുണ്ട് സവിശേഷതകൾ. 1,00,000 പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നാണല്ലോ ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ചികിത്സാ രീതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇനി തൊഴിൽ കൊടുക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണയുണ്ടാകും, വലിയൊരു ഹോസ്പിറ്റലൊക്കെ ശ്രീ ചന്ദ്രൻ പൂച്ചക്കാട് നിർമ്മിച്ച് അവിടെ 1,00,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംവിധാനം. അങ്ങനെ അല്ല. നിങ്ങളുടെ വീട്ടിലൊരു പ്രമേഹ രോഗി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പരിസരത്ത് ഒരു പ്രമേഹ രോഗി ഉണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാൻ, അവരിൽ ഈ തെറാപ്പി ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനൊരു ആപ്പ് ചന്ദ്രൻ പൂച്ചക്കാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഏത് പ്രദേശത്താണ് പ്രമേഹ ബാധിതനായ ആൾ ഈ ഒരു തെറാപ്പി ആവശ്യപ്പെടുന്നത്, ആ മേഖലയിലുള്ള ആളിന്, തെറാപ്പിസ്റ്റിന് ഈ രോഗിയെ പോയി പരിചരിക്കാൻ കഴിയും എന്നതാണ് വസ്തുത. വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ആപ്പുകളും ഡോക്ടർമാർ വീട്ടിൽ പോയി ചികിത്സിക്കുന്ന രീതിയുമൊക്കെ ഉണ്ട്. കേരളത്തിലും അങ്ങനെ വിരൽത്തുമ്പിൽ ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ പ്രമേഹ രോഗികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ളൊരു ചികിത്സ ആദ്യമായാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. 1,00,000 പേരെ എങ്ങനെയാണ് ഈ ചികിത്സാ രീതിയിലേക്ക് വിന്യസിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചന്ദ്രൻ പൂച്ചക്കാട് പറയുന്നത് കേൾക്കാം. പുതിയ ഒരു സമ്പ്രദായം ലോകത്തിന് മുന്നോട്ട് വയ്ക്കുമ്പോൾ 2 അവസ്ഥകളാണുള്ളത്. ഒന്ന്, ഇതിന് ആവശ്യക്കാരുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇവിടെ നമ്മളുടെ ആവശ്യക്കാരെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ജനതയുടെ 25% മുതൽ 35% വരെയുള്ള ആളുകളാണ്. ഏകദേശം 1 കോടി ജനത്തോളം ആളുകൾക്ക് ഈ തെറാപ്പി ആവശ്യമാണ്. രണ്ടാമത്, അതിനുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ തെറാപ്പിസ്റ്റുകളുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ കോളേജുകളിൽ പഠിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. നമ്മുടെ കേരളത്തിലെ യുവാക്കളുടെ ശേഷി ഉപയോഗപ്പെടുത്തി കേരളത്തിൽ നടന്ന 2 വലിയ ക്യാമ്പയിനുകളിൽ ഒന്നാണ് സാക്ഷരതാ പഠനം. കോളേജ് തലത്തിൽ തന്നെ വിദ്യാർത്ഥികൾ അതൊരു വലിയ ചാലഞ്ചായി ഏറ്റെടുത്തു. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ വന്ന കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കവും പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിന് നമ്മുടെ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചത്. അപ്പം ഈ യുവാക്കളുടെ ഒരു ശേഷി ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പാർട്ട് ടൈം സമയം നമ്മുടെ ഈ സമൂഹത്തിന് ഒരു തെറാപ്പി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ ഒരേ സമയത്ത് നമുക്ക് നേടാൻ പറ്റും. സമൂഹത്തിന് ആവശ്യമായ ആരോഗ്യ സമ്പ്രദായം മാറ്റിയെടുക്കാനും പറ്റും. ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. സംശയങ്ങൾ ഏകദേശം നിങ്ങൾക്ക് തീർന്നു കാണും. എന്തിനാണ് ചന്ദ്രൻ പൂച്ചക്കാട് ഇങ്ങനെ ഒരു പര്യവേഷണം നടത്തിയത്, ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയത് എന്ന് ചോദിച്ചാൽ ഒരല്പം സങ്കടത്തിന്റെ കഥയുണ്ട്. ശ്രീ ചന്ദ്രൻ പൂച്ചക്കാടിന്റെ അമ്മ പ്രമേഹ രോഗിയായിരുന്നു. അവർക്ക് വേദന ധാരാളം ഉണ്ടായിരുന്നു. അവരുടെ വിരൽ ആദ്യം മുറിച്ചു മാറ്റി. ഇതൊക്കെ ചന്ദ്രൻ പൂച്ചക്കാട് സാക്ഷ്യം വഹിച്ച രംഗങ്ങളാണ്. ഏറെ വേദനയോടുകൂടി ആ അമ്മയുടെ വേദനകൾ കണ്ടു നിന്ന മനുഷ്യനാണ്. പിന്നീട് മുട്ടിന് താഴെ വെച്ച് ആ കാൽ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയുണ്ടാകുന്നു. അപ്പോഴേക്കും ചന്ദ്രൻ പൂച്ചക്കാട് തീരുമാനിച്ചു, ഇനി ഒരു അമ്മയ്ക്കും അല്ലെങ്കിൽ ഇനി ഒരു അച്ഛനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ റിസർച്ചിൻ്റെ ഫലമാണ് ഈ തെറാപ്പി എന്ന് പറയുന്നത്. ഇതിൽ മരുന്നില്ല, അതുപോലെ തന്നെ ഇതിനകത്ത് ഓയിൽമെൻറ്റുകളില്ല, അതുപോലെ തന്നെ ഇതിനകത്ത് എണ്ണയോ മറ്റൊന്നുമില്ല. നമ്മളൊരു മരുന്നും കഴിക്കേണ്ട, നമ്മളൊരു എണ്ണയും കാലിൽ പുരട്ടണ്ട, നമ്മൾ മറ്റ് ലേപനങ്ങളൊന്നും തന്നെ അപ്ലൈ ചെയ്യണ്ട. ഇത് എനർജി കൊടുത്തിട്ട്, അതായത് ഒരാളുടെ എനർജി മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെറാപ്പിയാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ 3 ദിവസത്തെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചന്ദ്രൻ പൂച്ചക്കാടിൻ്റെ CP റിഫ്ലക്സിൽ നടത്തുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടൊന്നും പഠിക്കേണ്ട, വെറും 3 ദിവസം നിങ്ങൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തെറാപ്പിസ്റ്റ് ആകാം. അംഗീകൃത സർട്ടിഫിക്കറ്റും ലഭിക്കുന്നുണ്ട്. നിങ്ങളൊരു തെറാപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കും. ചന്ദ്രൻ പൂച്ചക്കാടിൻ്റെ സ്ഥാപനത്തിന് ധാരാളം പേർ ഇങ്ങനെ പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ആപ്പിൽ എൻ്റർ ആയി കഴിഞ്ഞു, നിങ്ങൾക്ക് ജോലി ചെയ്യാം. പല സർവകലാശാലകളുമായും ചന്ദ്രൻ പൂച്ചക്കാട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ അഫിലിയേറ്റഡ് ട്രെയിനിങ് സെൻ്ററാണ്. ഇപ്പോൾ തന്നെ 100 കണക്കിന് ആളുകൾ ഈ തെറാപ്പി പഠിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ കോളേജ് തലത്തിലേക്ക് ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കോളേജ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പാർട്ട് ടൈം ഉപയോഗപ്പെടുത്തി ഈ
ദുരിതമനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, ഉറക്കമില്ലാത്ത, ടെൻഷനുള്ള, ഹൈപ്പർ ടെൻഷനുള്ള, അതല്ലെങ്കിൽ മൈഗ്രെയിനുള്ള ആളുകളിലേക്ക് സേവനം കൊടുക്കുന്നതിനാവശ്യമായ വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു സ്പെഷ്യൽ മൊബൈൽ ആപ്പും കൂടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ എല്ലാ ആളുകളിലേക്കും ഇത് എത്തിക്കുന്നതിനാവശ്യമായ എല്ലാ നെറ്റ്വർക്കുകളും CPS റിഫ്ലക്സ് മർമ്മ തെറാപ്പിയുടെ ഭാഗമായി ഞങ്ങൾ ഇതിനോടകം ചെയ്തു വെച്ചു. അപ്പോൾ നിങ്ങൾ ഈ ആപ്പിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നത്, 1,00,000 പേരെ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ചികിത്സാ രീതി, ഇതിന്റെ ഉപകരണങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഈ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങളെ മസാജൊക്കെ ചെയ്യുന്നത് കാലിൽ. നമുക്കിപ്പോൾ സ്പായൊക്കെ അറിയാം, അല്ലെങ്കിൽ പെഡിക്യൂർ എന്ന് പറയുന്ന സംഭവമൊക്കെ നമുക്കറിയാം. അതെല്ലാം കാലിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ചില ചെരുപ്പുകൾ, പ്രത്യേക തരത്തിലുള്ള ചെരുപ്പുകളുണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് ഇടാനുള്ള. അതെല്ലാം ഒരു പരിധി വരെ സഹായിക്കുമെങ്കിലും നമ്മുടെ ഞരമ്പിലെ രക്ത ഓട്ടം ക്രമീകരിച്ച് നമ്മുടെ തല മുതൽ കാലിന്റെ പെരുവിരൽ വരെയുള്ള ഭാഗങ്ങളിലുള്ള എല്ലാ വേദനയ്ക്കും എല്ലാ മരവിപ്പിനും പരിഹാരം ഈ ചികിത്സാ രീതിയിലൂടെ ഉണ്ട് എന്നതാണ് വാസ്തവം. അപ്പോൾ ഏതായാലും കേരളത്തിൽ നിന്ന് ഇങ്ങനെ അതിനൂതനമായ ഒരു ചികിത്സാ രീതി, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല, സ്ട്രെസ് നമുക്കറിയാം, സ്ട്രെസ്, ഉത്കണ്ഠ, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, പൊണ്ണത്തടി, ഇങ്ങനെ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ തന്നെ ഇതൊരു വലിയ പരിഹാര മാർഗമാണ്. മരുന്നില്ല, അതുപോലെ തന്നെ എണ്ണകളില്ല, അകത്ത് ഒന്നും കഴിക്കേണ്ടതില്ല, ഇഞ്ചക്ഷൻ ഇല്ല. അപ്പോൾ എന്താണ്, നമുക്ക് ഈ ചികിത്സ കൊണ്ട് മറ്റ് മാരകമായ വേറൊരു റിയാക്ഷനിലേക്ക് പോവുകയില്ല എന്ന് ഉറപ്പിക്കാം. അപ്പോൾ ചന്ദ്രൻ പൂച്ചക്കാടിൻ്റെ ഈ ചികിത്സാ രീതി കുറിച്ച് ഞാൻ പറഞ്ഞു, അദ്ദേഹം പറയുന്നത് കേട്ടു. അപ്പോൾ നിങ്ങൾക്ക് ബന്ധപ്പെടാം അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിക്കാം. ആ നമ്പർ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. ചന്ദ്രൻ പൂച്ചക്കാടിൻ്റെ ഈ നവീനമായ സംരംഭം ഒരു പക്ഷേ എന്നല്ല, കേരളത്തിലേക്ക് മെഡിക്കൽ ടൂറിസം, ധാരാളം വിദേശികളെ എത്തിക്കുന്നതിന് സഹായകമാകുമെന്ന ഒരു വലിയൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നമ്മുടെ പരിസരങ്ങളിൽ, നഗരങ്ങളിലായാലും നാട്ടിൻപുറങ്ങളിലായാലും പ്രമേഹ രോഗികൾക്ക് ഈ ചികിത്സാ രീതി ഒരു ആശ്വാസമാവുകയും ചെയ്യും.